बिस्मिल्लाहिर्रहमानिर्रहीम अल्हम्दुलिल्लाहि रब्बिल आलमीन अल्लाहुम्मा सल्लि अला सय्यिदिना मुहम्मद व अला आलि सय्यिदिना मुहम्मद रब्बि इश्रह लि सद्री व यस्सिर लि अम्री वह്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. നമുക്കിന്ന് സിൻസിയറിറ്റി, ആത്മാർത്ഥത, ഇഖ്ലാസ് അല്ലെങ്കിൽ ഓതൻറ്റിസിറ്റി എന്നൊക്കെ പറഞ്ഞാൽ എന്തെന്ന് നോക്കാം. ഒരു മനുഷ്യന് ഏറ്റവും വലിയ ഒരു ഗുണമാണ് ആ മനുഷ്യന് ആത്മാർത്ഥത ഉണ്ടായിരിക്കുക എന്നുള്ളത്. ആത്മാർത്ഥത എന്ന് പറഞ്ഞാൽ അയാളുടെ ചിന്ത, വാക്ക്, പ്രവൃത്തി എല്ലാം ഒരേ ദിശയിൽ സഞ്ചരിക്കുക, അല്ലെങ്കിൽ ഒരേ ദിശയിൽ അങ്ങ് പോകുക. ഇപ്പോൾ ചില ആളുകളൊക്കെ ഉണ്ട്, അവർ ഉള്ളിൽ ചിന്തിക്കുന്നത് ഒന്നായിരിക്കും, പുറമെ കാണിക്കുന്നത് ഒന്നായിരിക്കും, പറയുന്നത് ഒന്നായിരിക്കാം, ചെയ്യുന്നത് ഒന്നായിരിക്കാം എന്നുള്ള രീതി. അതല്ല ആത്മാർത്ഥത. ആത്മാർത്ഥതയുള്ള ഒരാളുടെ മനസ്സിൽ ചിന്തിക്കുന്നതും അയാൾ പറയുന്ന വാക്കുകളും, ആ പറയുന്ന വാക്കും ആ പ്രവൃത്തിയും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ടാവും. അവർ മറ്റുള്ള മനുഷ്യരെ അവരെ വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള മനുഷ്യരെ ചതിക്കാനോ ഒരുങ്ങാറില്ല. അവർക്ക് പറയുന്ന വാക്കുകളിൽ കൃത്രിമത്വം ഉണ്ടാവാറില്ല. അവർ പറയുന്നതും അവർ പ്രവർത്തിക്കുന്നതും അവരും എല്ലാം ഒന്നായിരിക്കും. അവർക്ക് എവിടെയും അവരുടെ ഐഡൻറ്റിറ്റി മറച്ചു വെക്കേണ്ടതായിട്ട് വരാറില്ല. അവരാരുടെയും മുമ്പിൽ തലകുനിക്കേണ്ടതായിട്ടും പലപ്പോഴും വരാറില്ല. തലകുനിക്കേണ്ടതായിട്ട് പലപ്പോഴും വരാറില്ല. കാരണം ആത്മാർത്ഥത ഉള്ളിൽ നിന്നുള്ള ഒരു ഇൻറ്റൻഷൻ്റെ പ്യൂരിറ്റിയാണ്. ആ ഒരു മനുഷ്യൻ്റെ മനസ്സിൻ്റെ നന്മയാണ്. ആ ഒരു മനുഷ്യൻ അവൻ്റെ റബ്ബിനെ അല്ലെങ്കിൽ അവൻ്റെ ആ ഒരു ഇലാഹിനെ എത്രത്തോളം പേടിക്കുന്നു, അല്ലെങ്കിൽ എത്രത്തോളം റബ്ബിന് പ്രാധാന്യം നൽകുന്നു, അല്ലെങ്കിൽ അവൻ്റെ നിയത്തിനെ അല്ലെങ്കിൽ അവൻ്റെ ആ ഒരു ഹൃദയത്തിന്, അവൻ്റെ വിശ്വാസത്തിന് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ് അവൻ്റെ ആ ഒരു പ്രവൃത്തിയിൽ കാണുന്നത്. ഇങ്ങനെയുള്ള മനുഷ്യർ തമ്മിലുള്ള സ്നേഹബന്ധം പലപ്പോഴും ഒരുപാട് സ്ട്രോങ് ആക്കി കൊണ്ടുവരുക്കാൻ ആ ഒരു ദൃഢത അവരുടെ ആ ഒരു പരസ്പര ബന്ധങ്ങളിൽ നമുക്ക് കാണാൻ പറ്റാറുണ്ട്. ഇവന് ആളുകളുടെ ഇടയിൽ ഇവർക്ക് ഒരുപാട് സ്ഥാനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലൗകികമായ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഇഹപരത്തിൽ നമ്മൾ കൊടുക്കുന്ന ഒരു താൽക്കാലിക സ്ഥാനം എന്നല്ല ഉദ്ദേശിക്കുന്നത്. ആളുകളുടെ മനസ്സിൽ യഥാർത്ഥമായ ഒരു സ്നേഹം അവരോട് റബ്ബിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ അവർക്ക് ഇട്ടുകൊടുക്കുന്നതാണ്. കാരണം ഇവർ പ്രവർത്തിക്കുന്നതെല്ലാം റബ്ബിൻ്റെ തൃപ്തിയെ മാനിച്ചാണ്. അല്ലാതെ ആരുടെയെങ്കിലും ഒക്കെ ഒരു വാക്കുകളോ അല്ലെങ്കിൽ ആരെങ്കിലും വല്ലതും പറയണമെന്നോ, ഇയാൾക്ക് ആരുടെയെങ്കിലും ഒക്കെ ഒരു ഭാഗത്തു നിന്നുള്ള ഒരു പ്രോത്സാഹനമോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു പ്രശംസയോ കിട്ടണം എന്ന് വിചാരിച്ചല്ല ഈ ചെയ്യുന്നത്. അവരുടെ ഉള്ളിലുള്ള ആ ഒരു ഇൻറ്റൻഷൻ അത് ആളുകളെ നല്ല രീതിയിലേക്ക് ആളുകളിലേക്ക് എത്തിക്കണം എന്നുള്ളതും, ആളുകളെ സഹായിക്കണം എന്നുള്ളതും, ആളുകളെ നല്ല രീതിയിൽ അവരുടെ മുമ്പിൽ സത്യസന്ധമായി പ്രവർത്തിക്കണം എന്നൊക്കെയുള്ള ഒരു തീരുമാനമാണ് ഇങ്ങനെയുള്ള ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾക്ക് അവരെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിലൊക്കെയുള്ള എപ്പോഴെങ്കിലും ചില പ്രശ്നങ്ങളോ ഈ ആത്മാർത്ഥത കാണിച്ചതിൻ്റെ പേരിൽ അല്ലെങ്കിൽ സത്യസന്ധമായി കാര്യങ്ങൾ ഇടപെട്ടതിൻ്റെ പേരിലൊക്കെ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ചിലപ്പോഴൊക്കെ എന്തെങ്കിലും സംഭവിക്കാറുണ്ട്. പക്ഷേ അതൊന്നും ആത്യന്തികമായ ഒരു പരാജയമല്ല. അവസാനം വിജയിക്കുന്നത് ഈ ആളുകളൊക്കെ തന്നെയാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യ എന്ന് ദീന് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു അത് പഠിപ്പിക്കുന്നതും ഇതൊക്കെ തന്നെയാണ്. നമ്മുടെ ഓരോ പ്രവൃത്തിയും നമ്മുടെ മനസ്സിൻ്റെ ഉദ്ദേശം എങ്ങനെ ആയിരുന്നു, നമ്മൾ എന്താണോ അതിൽ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ തീരുമാനിച്ചത്, ഈ ഒരു കാര്യം പ്രവർത്തിക്കുന്നതിലൂടെ എന്താണോ നമ്മളുടെ ഉദ്ദേശം എന്തായിരുന്നോ അതാണ് അങ്ങനെയാണ് നമുക്ക് ആ ഒരു പ്രവൃത്തി സംഭവിക്കാറുള്ളത്, നമ്മൾ അതിൻ്റെ ഫലം കിട്ടാറുള്ളത്. ഒരു നന്മ ചെയ്യുമ്പോൾ, ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിൽ നന്മയാണ് ഉദ്ദേശിച്ചത് എങ്കിൽ അതിൻ്റെ നന്മ നമുക്കത് ലഭിക്കുന്നതാണ്. എന്നാൽ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ആളുകൾ നമ്മളെക്കുറിച്ച് നല്ലത് പറയണമെന്നോ, ആളുകൾ നമ്മളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശംസ നമുക്ക് മറ്റുള്ള ആളുകളുടെ ഇടയിൽ നിന്ന് കിട്ടണമെന്നോ
അല്ലെങ്കിൽ നമ്മൾ അങ്ങ് ആളുകളുടെ ഇടയിൽ അങ്ങ് അറിയപ്പെടണമെന്നൊക്കെയാണ് ഉദ്ദേശമെങ്കിൽ നമ്മുടെ ഉദ്ദേശം പോലെ തന്നെ അത് നമുക്ക് നാളത്തേക്കൊരു അതിൻ്റെ ഒരു പ്രതിഫലവും ബാക്കിയാവാത്ത രീതിയിൽ അത് ഇവിടെ നിന്ന് തന്നെ അങ്ങ് തീർന്നു പോകുന്നതും ഒരു സമയം കഴിയുമ്പോൾ ആളുകൾ തന്നെ ഇയാളെ അല്ലെങ്കിൽ ഇദ്ദേഹത്തെ അല്ലെങ്കിൽ ഇവരെ അല്ലെങ്കിൽ ഇവനെ ഒക്കെ അതിൻ്റെ ആ ഒരു അവസ്ഥ അങ്ങ് മനസ്സിലാക്കി അവരുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ തന്നെ ഒരു വിച്ഛേദിക്കുന്ന ഒരവസ്ഥ വരാറുണ്ട്. എന്നാൽ ആത്മാർത്ഥമായിട്ട് പെരുമാറുന്ന, ആത്മാർത്ഥമായിട്ട് ഇടപെടുന്ന, തൻ്റെ പ്രവൃത്തിയിലോ വാക്കുകളിലോ ചിന്തകളിലോ ഒന്നും ദുഷിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കാണിക്കാൻ വേണ്ടി റിയാ എന്ന് വെച്ചാൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികൾ. ഇപ്പോൾ അത് ചിലപ്പോഴൊക്കെ അത് എന്തെങ്കിലും ആളുകൾക്ക് ധനം പണമായിട്ടോ പിന്നെ എന്തെങ്കിലും ആളുകൾക്ക് കൊടുക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ആളുകളെ കാണിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ അങ്ങ് സഹായം ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും നന്മ ചെയ്യുക, ഇങ്ങനെ പല രീതിയിലുള്ള നന്മകളുണ്ടല്ലോ. എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് ആളുകളെ കാണാനോ ആളുകളെ കാണിപ്പിക്കാനോ അവരിൽ നിന്നുള്ള പ്രശംസയോ അല്ലെങ്കിൽ അവരുടെ ഇടയിൽ നന്നാവാനോ ഒക്കെയാണ് ഉദ്ദേശമെങ്കിൽ അതവിടെ അങ്ങ് തീരും. അല്ലാത്തൊരർത്ഥത്തിൽ നമ്മുടെ ആത്മാർത്ഥമായ പ്രവർത്തനം റബ്ബിൻ്റെ പ്രീതിയും തൃപ്തിയും ആഗ്രഹിച്ചുകൊണ്ടാണെങ്കിൽ നമ്മുടെ സഹജീവികളിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ള ആളുകൾക്ക്, നമ്മുടെ കുടുംബങ്ങൾക്ക്, നമ്മുടെ എല്ലാവർക്കും അല്ലെങ്കിൽ മറ്റു ജീവജാലങ്ങൾക്കൊക്കെ ആ ചെയ്യുന്ന നന്മ എപ്പോഴും റബ്ബിൻ്റെ തൃപ്തിയും മറ്റുള്ള ആളുകളുടെ മനുഷ്യരുടെ നന്മയുമാണ് ആഗ്രഹിച്ച് ചെയ്യുന്നതെങ്കിൽ ആ ഒരു നന്മ എപ്പോഴും അവരുടെ കൂടെ ഉണ്ടാവുകയും അതിൻ്റെ ഫലമായി അവരുടെ ഹൃദയത്തിൽ ഒരുപാട് സമാധാനവും സന്തോഷവും ആത്മസംതൃപ്തി, സെൽഫ് എസ്റ്റീം കൂടും, സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കൂടും. ആ ഒരു സെൽഫായിട്ടുള്ള ഒരു എന്താ പറയുക, റെസ്പെക്റ്റ് സ്വയം ഉള്ളിൽ തന്നെ നമുക്ക് എവിടെയും ആരുടെയും മുമ്പിലും തലകുനിക്കേണ്ട അവസ്ഥ വരാതെ നമ്മുടെ ഉള്ളിൽ നമ്മോട് ഒരു എന്താ പറയുക, ചാരിതാർത്ഥ്യം എന്നൊക്കെ പറയില്ലേ, ആ ഒരു നമ്മളുടെ ഉള്ളിലൊരു സന്തോഷം എന്നെന്നും നിലനിൽക്കുകയും അള്ളാഹുവിൻ്റെ ആ ഒരു പൊരുത്തം നമുക്ക് നേടാൻ സാധിക്കുകയും ചെയ്യുന്നു. അല്ലാഹു തആല നമ്മളെ സ്വാലിഹായ ആത്മാർത്ഥതയുള്ള നല്ല മനുഷ്യരിൽ ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.